നമസ്കാരം. പതിരും കതിരും. വശീകരണമോ ശത്രുനാശമോ ലക്ഷ്യമാക്കി ആഹാരത്തിലോ പാനീയത്തിലോ ചേർത്ത് നൽകുന്ന മന്ത്രനിബദ്ധമായ ഒരു മരുന്നാണ് കൈവിഷം. വശ്യം, അടിപ്പെടുത്തൽ, ദ്രോഹം എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങൾക്കായി ഇത് പ്രയോഗിക്കാറുണ്ട്. പഴത്തിലോ പലഹാരത്തിലോ ചേർത്തായിരിക്കാം കൈവിഷം നൽകുക. അങ്ങനെ ആരോ സൂത്രത്തിൽ കൊടുത്ത കൈവിഷത്തിൻ്റെ സ്വാധീനത്തിൽ പെട്ടുപോയിരിക്കുന്നു നമ്മുടെ ജയശങ്കർ സാർ. 3.5 പതിറ്റാണ്ടുകളായി നീതിപൂർവമായി ചെയ്തുകൊണ്ടിരുന്ന രാഷ്ട്രീയ വിശകലനങ്ങൾ ഒരൊറ്റ രാത്രി കൊണ്ട് അദ്ദേഹം മായം ചേർത്തു. നമ്മുടെ ഭരണഘടനയ്ക്ക് സജി ചെറിയാൻ നൽകിയ വിളിപ്പേരാണ് പറ്റിയതെന്നും ക്രിമിനലുകളെ ചിലപ്പോൾ വെടിവെച്ച് കൊല്ലേണ്ടി വരുമെന്നും അദ്ദേഹം നിരീക്ഷിച്ചു കളഞ്ഞു. തിരുവമ്പാടി വൈദ്യുതി ഓഫീസ് തകർത്ത ക്രിമിനലുകളെ ഏഷ്യാനെറ്റ് അടക്കം വെള്ളപൂശുന്നതായും ഇത് മാധ്യമ ദുസ്വാതന്ത്ര്യമാണെന്നും അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. KCB ചെയർമാൻ ബിജു പ്രഭാകരനെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു. ഫ്യൂസ് ഊരിയെങ്കിൽ കണക്കായി പോയെന്നും കരണ്ട് വരുന്നതുവരെ അടുത്ത വീട്ടിൽ പോയിരിക്കണമെന്നും അദ്ദേഹം ഇരുട്ടത്തായ മാതാപിതാക്കളെ ഉപദേശിച്ചു. ജയശങ്കർ മാപ്രകൾക്കെതിരെ ഇത്രമേൽ ആഞ്ഞടിച്ച് ഇതുവരെ കണ്ടിട്ടില്ല. അത്രയ്ക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്ഷോഭം. ബിജു പ്രഭാകർ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ജീവനക്കാർ കേരളമാകെ ഇരുട്ടിലാക്കുമായിരുന്നു എന്നും ജയശങ്കർ പറഞ്ഞപ്പോഴാണ് കൈവിഷം ഉള്ളിൽ ചെന്ന ഒരു ഫീൽ ഉണ്ടായത്. ഏഷ്യാനെറ്റിൻ്റെ ഇന്നലത്തെ അന്തിച്ചർച്ചയിലാണ് അദ്ദേഹം ഇത്ര ഭയാനകമായ ചില നിരീക്ഷണങ്ങൾ നടത്തിയത്. പരിഷ്കൃത രാജ്യങ്ങളിലൊക്കെ ഇത്തരം അക്രമികളെ വെടിവെച്ച് കൊല്ലുമെന്നും ഇവിടെയും അങ്ങനെ വേണമെന്നും അദ്ദേഹം പറഞ്ഞപ്പോൾ ജയശങ്കറിൻ്റെ തലയുടെ പിടിയിളകിയോ എന്ന് ആരും സംശയിച്ചു പോകും. തച്ചടിയുടെ മകൻ ബിജു പ്രഭാകരൻ ഇനി ഏതെങ്കിലും വഴിക്ക് വക്കീലിൻ്റെ കക്ഷിയാണോ, സെക്കുലറായ മന്ത്രി കൃഷ്ണൻകുട്ടിയോടുള്ള ആദരവാണോ എന്നൊന്നും നമുക്കറിയില്ല. നീതിക്ക് നിരക്കാത്ത നിരീക്ഷണങ്ങളാണ് അദ്ദേഹം നടത്തിയത്. ജയശങ്കർ പഠിച്ച അതേ നിയമപുസ്തകത്തിൻ്റെ പുതിയ എഡിഷൻ വായിച്ചു പഠിച്ച നിയമവിദഗ്ധരും പറയുന്നത് വൈദ്യുതി ബോർഡിൻ്റെ നടപടി നിയമവിരുദ്ധവും അധാർമികവുമാണെന്നാണ്. 8 മണിയുടെ അന്തിച്ചർച്ചയ്ക്ക് വരുന്ന റെജി ലൂക്കോസിനെയും മുസ്തഫയെയും വരെ നിഷ്പ്രഭരാക്കുന്ന ന്യായീകരണമാണ് ജയശങ്കർ സാർ വൈദ്യുതി വകുപ്പിന് വേണ്ടി ഇന്നലെ നടത്തിയത്. അങ്ങ് പറയുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ആരാധകർ പിരിവെട്ടുന്ന അവസ്ഥയിലായി അത് കേട്ട്. ഒപ്പം പങ്കെടുത്ത പ്രമോദ് പുഴങ്കര ചർച്ചയിൽ കത്തിക്കയറിയപ്പോൾ ഇടത്തോട്ട് ചരിയുന്നതാണ് ശ്രദ്ധ പിടിക്കാൻ നല്ലതെന്ന് വക്കീൽ കരുതിയിട്ടുണ്ടാകുമോ? അകത്തു കിടക്കുന്ന പ്രതികൾക്ക് വേണ്ടി മാതാപിതാക്കൾ കുറ്റസമ്മതം നടത്തി സത്യവാങ്മൂലം നൽകുന്ന ഏർപ്പാട് ഭാരതീയ ന്യായ സംഹിതയുടെ ഏത് വകുപ്പിലാണാവോ ഉള്ളത്? അതോ ക്രിമിനൽ പ്രൊസീജിയർ കോഡിലാണോ? 2023 വൈദ്യുതി നിയമപ്രകാരം 3 കാര്യങ്ങളാണ് വൈദ്യുതി വിച്ഛേദിക്കാൻ കാരണമായി വിദഗ്ധർ പറയുന്നത്. ബില്ലടയ്ക്കാതിരിക്കുക, വൈദ്യുതി മോഷണം നടത്തുക, കണക്ഷൻ അപകടത്തിലാവുക. ഇതാണ് ആ 3 കാരണങ്ങൾ. KCB ചെയർമാനും മന്ത്രിയും ചെയ്തത് ശരിയായിരുന്നെങ്കിൽ എന്തിനാണ് അവർ ഒരു കരാറുമില്ലാതെ രാത്രിയിൽ തന്നെ കണക്ഷൻ കൊടുത്തത്? ജയശങ്കർ പറഞ്ഞ പോലെ അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നത് മാധ്യമ ദുസ്വാതന്ത്ര്യമാണെങ്കിൽ പിണറായി പറയുന്നത് തന്നെയാണ് ശരി. നീതിക്ക് വേണ്ടി കരഞ്ഞുഴന്നീടവേ ഗീത ചൊല്ലിക്കേട്ട ഒരു അർജുനനല്ല ഞാൻ എന്ന മട്ടിൽ മാധ്യമപ്രവർത്തകർ എല്ലാ കാലത്തും കരയുന്നവരുടെ പക്ഷം നിന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ 30 മണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും യാതൊരു ഉപാധികളുമില്ലാതെ ആ വീട്ടിൽ കരണ്ട് വന്നത്. തഹസിൽദാർ കൊണ്ടുവന്ന സമ്മതപത്രം നാട്ടുകാർ ചുരുട്ടി ഓടയിലെറിഞ്ഞു. അടിക്ക് സ്റ്റേ ഇല്ലെന്ന് കോടതി വരാന്തയിൽ പോയി നിൽക്കുന്നവർക്ക് വരെ അറിയാം. നാളെ അകത്ത് കിടക്കുന്നവർ വീണ്ടും കുറ്റം ചെയ്താലും അതിനും കേസെടുക്കുകയേ നിവൃത്തിയുള്ളൂ. അല്ലെങ്കിൽ കുറച്ചുനാൾ കൂടി അകത്തിടാം. മഞ്ഞും മഴയുമേറ്റ് ജോലി ചെയ്യുന്നവരെ എല്ലാം നാട്ടുകാർ ആദരവോടെ കുമ്പിടണമെന്നാണ് വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ പറയുന്നത്. മതയാനയെ കൊണ്ടു നടക്കുന്ന പാപ്പാനോട് നാട്ടുകാർക്ക് എന്ത് ബഹുമാനമാണെന്നോ. ഏതു നിമിഷവും അവൻ കൊമ്പിൽ കോർക്കപ്പെടും. മഴയത്ത് വള്ളം തുഴയുന്നവൻ്റെയും വഴുക്കലുള്ള തെങ്ങിൽ കയറുന്നവരെയും കാശ് കൂടുതൽ ചോദിച്ചാൽ തെറി പറയുന്നതാണ് നമ്മുടെ രീതി. അധ്വാനഭാരം കൂടുതലുള്ള അപകടകരമായ ജോലി ചെയ്യുന്നവരെ എല്ലാ രീതിയിലും ആരാധിക്കുന്ന മര്യാദ നമ്മുടെ നാട്ടിൽ ഇനിയും വരാനിരിക്കുന്നു. മഞ്ഞും മഴയും കൊണ്ട് കുഴിബോംബിനും തോക്കിനുമിടയിൽ ജോലി ചെയ്യുന്ന പട്ടാളക്കാരൻ നാട്ടിൽ വന്നൊരു പോലീസ് സ്റ്റേഷനിൽ കയറി കയർത്തൊന്ന് സംസാരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അധ്വാനഭാരം ഒട്ടുമില്ലാതെ ഭരിക്കാൻ കയറുന്നവർ നമ്മെ അടിമകളാക്കുന്ന കാലത്താണ് സമൂഹം ഇപ്പോഴുള്ളത്. നമ്മൾ ഈ പണി തുടങ്ങിയിട്ട് കുറേ കാലമായി എന്നൊക്കെ വക്കീൽ സാറ് പറയരുതായിരുന്നു. അതുക്കും മുമ്പേ പണി തുടങ്ങിയ പിണറായി അപ്പോൾ മോശക്കാരനാകുമോ? ഭരണഘടനയെ കുന്ത്രാണ്ടമാക്കിയ സജി ചെറിയാനെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ മാതൃകയാക്കുന്നത്.
സജിയെ ശിവൻകുട്ടി പോലും തള്ളിക്കളഞ്ഞത് കഴിഞ്ഞ ദിവസമാണ്. അയൽക്കാർക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ തിരിഞ്ഞു നോക്കാത്തയാളാണ് ഈ ജയശങ്കർ വക്കീലെന്ന് മുൻപൊരു ചർച്ചയിൽ വന്നിരുന്ന് ഇപ്പോഴത്തെ മന്ത്രി റിയാസ് പറഞ്ഞത് ഓർത്തു പോകുന്നു. അങ്ങനെയുള്ള ജയശങ്കർ സാറാണ് പറയുന്നത് കറണ്ട് ഇല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയിരിക്കാൻ. ഒന്നുകിൽ മന്ത്രി കൃഷ്ണൻകുട്ടി അല്ലെങ്കിൽ ബിജു പ്രഭാകരൻ, രണ്ടിലാരോ ഇദ്ദേഹത്തിന് കൈവശം കൊടുത്തിട്ടുണ്ട്. ഇനി വല്ല ക്ഷുദ്രവും ചെയ്ത് അങ്ങയെ പിണറായി ദാസനാക്കുമോ എന്നാണ് ജനങ്ങളുടെ ഭയം. എന്തും ചെയ്യാൻ മടിയില്ലാത്ത കൂട്ടങ്ങളാണ് സാർ, അങ്ങ് വളരെ സൂക്ഷിക്കണം.